യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം തിരുവചനം വ്യക്തമാക്കുന്നു: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായെന്ന് വരാം. എന്നാൽ എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും എന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഒരു വിശ്വാസി വിശ്വാസത്തിന്റെ ആഴമറിയുന്നത് എല്ലാം അവന് പ്രതികൂലമായി ഭവിക്കുമ്പോഴാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. തിരുവചനത്തിൽ നാം കാണുന്നു, കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് പീലാത്തോസിന്റെ അരമനയിൽ നിന്നുമാണ്. സകല മനുഷ്യർക്കും കുരിശ് രക്ഷയുടെ അടയാളമായി മാറുന്നത് യേശു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ്. അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്നേഹമുള്ളവരെ, കഷ്ടതയുടെ കൈപ്പേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കുക, മാറായിലെ കൈപ്പേറിയ ജലത്തെ മധുരമാക്കി തീർത്ത കർത്താവ് ഒരു മധുരമുള്ള ജീവിതത്തെ ദാനമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവചനം പ്രഖ്യാപിക്കുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമ്മുടെ പ്രത്യാശയുടെ ഉറവിടമായ ദൈവം നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. നമ്മുടെ ഏതവസ്ഥയിലും ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. ആ യേശുവിൻ്റെ വഴിയെ നമുക്ക് കടന്നു ചെല്ലാം. അവിടുന്ന് പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അവിടുത്തോടുകൂടി നമുക്ക് നടക്കാം. ജീസസ്, നീ വരും വഴിയോരെ ഞാൻ ചുടുചോരയൊഴുകുന്ന കുരിശിന്റെ വഴിയിൽ കൃപ മാത്രമൊതിരുന്ന സ്വർഗീയ വഴിയെ മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ, മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും അവിടുന്ന് കൈവിടുന്നില്ല. നമ്മുടെ നെടുവീർപ്പുകൾ പോലും അവിടുന്ന് കേൾക്കുന്നുണ്ട്. കരുണാമയനായ കർത്താവ് നമ്മുടെ വഴികാട്ടിയായി എന്നും സഹിച്ചിടാൻ മറ്റാർക്കുമാവില്ലെന്നോർത്തു ഞാൻ എത്ര വേണേലും ക്ഷമിച്ചിടാൻ മറ്റാർക്കുമാവില്ലെന്നോർത്തു ഞാൻ പഞ്ചപ്പം പോലും ഇല്ല നേരം വാഴ്ത്തി വീളമ്പാൻ കഴിയുമോ? വെള്ളമില്ല കൽഭരണി വീഞ്ഞിനായി കേഴാൻ പാടുണ്ടോ? മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ, മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ. കർത്താവ് പറയുന്നു, ഞാനിതാ നിന്റെ ഹൃദയത്തിൽ വന്ന് മുട്ടിമുട്ടി വിളിക്കുന്നു. എൻ്റെ സ്വരം കേട്ട് നിന്റെ ഹൃദയം എനിക്കായി തുറക്കുമെങ്കിൽ ഞാൻ നിന്റെ ഉള്ളിൽ വരികയും
നാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നമുക്ക് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. കൈപ്പേറും കാസനുകരുമ്പോൾ ഗത്സമേനെന്നറിഞ്ഞു ഞാൻ. നീങ്ങാത്ത മുൾകളാൽ മുറിയുമ്പോൾ യേശുവേ, ക്രൂശിതൻ വീണതോർത്തു ഞാൻ. ജീസസ്. എവിടെയൻ ദൈവമെന്ന ചോദ്യം ശല്യം ചെയ്യുന്നു. എങ്കിലുമീ പാനപാത്രം ചങ്കിലേന്തും എന്നാഥനായി. യേശുവേ, എൻ ദൈവമേ. യേശുവേ എൻ ദൈവമേ, നീ വരും വഴിയോരെ ഞാൻ ചുടുചോരയൊഴുകുന്ന കുരിശിൻ്റെ വഴിയെ കൃപ മാത്രമുതിരുന്ന സ്വർഗീയ വഴിയെ. മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ. മകനെ കരയാതെ, മകളെ തളരാതെ, മകനെ അലയാതെ, മകളെ ഉഴലാതെ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.